ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന ഷാർജ അക്യോറത്തിലോട്ടാണ്. നമ്മൾ ഉച്ച സമയത്താണ് പോയത്, അതുകൊണ്ട് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അക്യോറത്തിൻ്റെ ഫീല് കിട്ടും. പിന്നെ അവിടുത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്ക്രീൻ കാണാൻ പറ്റും. ഒരു വലിയ സ്ക്രീനാണ്. അതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് കാണാൻ പറ്റും. തുടക്കത്തിൽ തന്നെ വലിയൊരു പോണ്ടാണ്. പിന്നെ അവിടെ തന്നെ വലിയ മീനുകളും അവിടുത്തെ നല്ല ഗ്ലൂമി ലൈറ്റും അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ തന്നെ വേറൊരു പ്രത്യേക ഭംഗിയാണ്. ഗൈസ്, നമുക്ക് ഈ ഭാഗം എത്തുമ്പോൾ പണ്ടത്തെ തലമുറകളുടെ വീടുകളാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. മേൽക്കൂര പനയോല കൊണ്ടാണ് ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത്. അത് കണക്കന്നെ ഇവിടെ റാന്തൽ വിളക്കുകളും ഉണ്ട്. അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ പ്രകാശം കുറവാണ്, അവിടെ ഇരുണ്ട് വെളിച്ചമാണ്. കുട്ടികൾക്ക് എന്റർടൈൻമെന്റിനായി അവിടെ പസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അണ്ടർ വാട്ടർ ടണൽ അക്യോറത്തിലോട്ടാണ്. അത് വേറൊരു ലോകം തന്നെയാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നത് കാണാൻ പറ്റും. അവിടെ കുറേ വെറൈറ്റി മീനുകളുണ്ട്. ചെറുത് മുതൽ വലിയ മീൻ വരെ നമുക്ക് ഒരേ സമയം കാണാൻ പറ്റും. ഇതിൻ്റെ ഫെതേഴ്സ് തന്നെയാണ്. സീബ്ര ലൈൻസ് പോലുള്ള ലൈൻസ് ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി മീനുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരു കൂട്ടം മീനുകൾ ഒരേ ഡയറക്ഷനിലോട്ട് ചലിക്കുന്നത് കാണാൻ പറ്റും. തുറന്നടക്കുന്ന പോണ്ടാണ്. ഇത് അപൂർവ അക്വേറിയങ്ങളിൽ മാത്രമേ സ്റ്റാർ ഫിഷിങ്ങിനെ തൊടാൻ സാധിക്കത്തുള്ളൂ. ഇത് അക്വേറിയത്തിന്റെ മറ്റൊരു ഭാഗമാണ്. നടുക്ക് ബ്രിഡ്ജും ബാക്കി രണ്ട് സൈഡും വലിയൊരു പോണ്ടാണ്. ഇവിടെ നമുക്ക് മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ സാധിക്കും. ബ്രിഡ്ജിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ മീനുകൾ നീന്തുന്നത് കാണാൻ പറ്റും. അവിടെ ഫുള്ളും ബ്ലൂ കളറാണ്. ഈ ഭാഗത്ത് സൺസെറ്റും അത് കണക്ക് തന്നെ ചുറ്റും കല്ലുകളൊക്കെ കിടക്കണോണ്ട് നമുക്കിത് റിയാലിറ്റി കണക്ക് തോന്നും. ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെ വിശ്രമിക്കാനായി ചെയറുണ്ട്. പിന്നെ അവിടെ സൈഡിലായിട്ട് തന്നെ ടീ ഷോപ്പും ഉണ്ട്. ഈ പ്ലേസ് മുഴുവനും ഒരു വൈറ്റ് കളറാണ്. ടേബിൾ, ചെയർ, വാൾ എല്ലാം വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ മനോഹരമായ കാഴ്ചകൾ കാണാം.
നമ്മൾ ലിഫ്റ്റിൽ കയറി താഴെയിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.